ഹയർ സ്റ്റഡീസ് പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികളോട് ലോകത്തെ ഏറ്റവും കൂടുതൽ പേർ തൊഴിൽ ചെയ്യുന്ന മേഖല ഏതാണെന്ന് അറിയാമോ? നമ്മുടെ രാജ്യത്തിന്റെ GDP വളർച്ചയിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഏത് സെക്ടറിൽ നിന്നാണെന്ന് അറിയാമോ? 2030 ഏറ്റവും കൂടുതൽ തൊഴിൽ സൃഷ്ടിക്കപ്പെടുന്നത് ഏത് മേഖലയിൽ നിന്നാണെന്ന് അറിയാമോ? ഈ 3 ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ഒന്ന് തന്നെയാണ്, ദാറ്റ് ഈസ് സർവീസ് സെക്ടർ. അങ്ങനെയെങ്കിൽ IT ആൻഡ് ഡിജിറ്റൽ മേഖലയിൽ നിന്നും 20% മുകളിൽ അവസരങ്ങൾ, ഹെൽത്ത് കെയർ ആൻഡ് പാരാമെഡിക്കൽ നിന്നും 18% മുകളിൽ അവസരങ്ങൾ, ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ നിന്നും 17% മുകളിൽ അവസരങ്ങൾ, റീറ്റെയിൽ ആൻഡ് ഇ-കൊമേഴ്സ് രംഗത്ത് 16% മുകളിൽ അവസരങ്ങൾ, എഡ്യൂക്കേഷൻ ആൻഡ് എഡ്യൂടെക്കിൽ 14% മുകളിൽ അവസരങ്ങൾ, ഫിനാൻസ് ആൻഡ് ബാങ്കിംഗ് സെക്ടറിൽ 14% മുകളിൽ അവസരങ്ങൾ. ഇങ്ങനെ നിരവധി അവസരങ്ങളാണ് സേവന മേഖലകളിൽ നിങ്ങളെയും കാത്തിരിക്കുന്നത്. ഇന്ത്യക്കകത്തും അതേപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലും സർവീസ് സെക്ടറിലുള്ള ജോലി സാധ്യതകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഡിഗ്രിക്ക് പുറമെ നിങ്ങളുടെ പ്രായോഗിക കഴിവുകൾ, പ്രസന്റേഷൻ സ്കില്ല്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, പ്രോബ്ലം സോൾവിംഗ് സ്കില്ല്, ഡിജിറ്റൽ സ്കില്ല് എന്നിവ മെച്ചപ്പെടുത്തുകയാണെങ്കിൽ ഈ മേഖലയിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ജോലി ലഭിക്കാനുള്ള സാധ്യതയും കൂടി ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഈ AI കാലഘട്ടത്തിൽ സർവീസ് സെക്ടറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോഴ്സുകൾ ഏതൊക്കെയാണ് എന്നത് നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും.